നമസ്കാരം. ഗേറ്റ് തുറക്കാൻ സമയമായി വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ലോകത്തോടും ഇന്ത്യയോടും പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. സേലിംഗം നമ്മുടെ ഗേറ്റ് തുറക്കാൻ ഇത്രയും വൈകി. ആ വൈകിയ വേളയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ, ലോകത്തിലെ യൂറോപ്പിലും അമേരിക്കയിലും ഇരിക്കുന്ന ഇറക്കുമതിക്കാർ, ഇവരോടൊക്കെ മറ്റാർക്കും പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം അവകാശപ്പെട്ടതായിട്ടുണ്ട്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കട്ടൺ റൈസർ പോലെ എന്തെങ്കിലും പരിപാടി അദ്ദേഹം നിർവഹിക്കുന്നുണ്ടെങ്കിൽ, പ്രസ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയണം. അതിനൊരു റിപ്പോർട്ട് അദ്ദേഹത്തെയും നമ്മളെയും സഹായിക്കും. ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് typically begin shipping supplies from the end of July onwards to ensure that products reach overseas markets in time for the festive season. അടുത്ത ആഘോഷ രാവുകൾ അടുത്തു വരികയാണ്. ലോകത്തിൻ്റെ പ്രധാന മാർക്കറ്റുകൾ ആ ആഘോഷ രാവുകൾക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സമയമാണ് ജൂലൈ മാസം മുതൽ. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ആഘോഷങ്ങളുടെ പ്രത്യേകത എന്താണ്? ദിസ് ഇൻക്ലൂഡ്സ് ദീപാവലി ഡിമാൻഡ്. ദീപാവലി ഓവർസീസിൽ എങ്ങനെയാണ്? എമംഗ് ദ ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ താമസിക്കുന്ന ഇന്ത്യക്കാരായ മറുനാട്ടുകാർ, അവർക്ക് ദീപാവലി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പർച്ചേസ് അവർ നടത്താറുണ്ട്. അതിനുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ നിന്നാണ് പോകേണ്ടത്. അതാണ് ഒന്ന്. രണ്ടാമത്തത് ഹലോവിൻ എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തുടങ്ങുന്ന ഒരു ഉത്സവമുണ്ട്. താങ്ക്സ് ഗിവിംഗ്, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഈ പറയുന്ന ഇനി ഒക്ടോബർ 31 മുതൽ ന്യൂ ഇയർ, ജനുവരി 1, ജനുവരി ആദ്യ ആഴ്ച അല്ലെങ്കിൽ ജനുവരി മാസം, എല്ലാവരും വെക്കേഷനിലൊക്കെ പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. ഈ ഒരു പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അയക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മുതലുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ടീം ഒന്ന് പഠിച്ച് ഇന്ത്യയിലെ കയറ്റുമതിക്കാരോട് പറയണം. എന്താണ് പറയാനുള്ളത് അവരോടിപ്പോൾ? ഫ്രൈറ്റ് കോസ്റ്റ് ടു ദി US, യൂറോപ്പ് ആൻഡ് അതർ വെസ്റ്റേൺ റീജിയൻസ് ഹാവ് ഗോൺ അപ്പ് ബൈ 3-4 times ഇൻ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്. നിലവിലുണ്ടായിരുന്ന നിരക്കിനേക്കാൾ, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കപ്പൽ നിരക്ക് 3-4 ഇരട്ടി, 3-4 times ഇൻ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ കയറ്റുമതിക്കാരെയൊക്കെ ബാധിച്ചിരിക്കുന്നു. വലിയ നിരക്ക് വർധനവുണ്ട്. അപ്പോൾ ഈ 3-4 മടങ്ങ് നിരക്ക് കൂടിയതിൻ്റെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളാണ്. ഒന്ന്, ഇസ്രായേലും ഇറാഖും തമ്മിൽ കുറേ നാളായി നടക്കുന്ന യുദ്ധം. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ, സൗദി, UAE, കുവൈറ്റ്, അവരുമായിട്ടൊക്കെയുള്ള യുദ്ധം. മൊത്തത്തിൽ യുദ്ധം കപ്പലുകളുടെ പോക്കിനെയും വരവിനെയും ബാധിച്ചു. ഏറ്റവും ഒടുവിൽ റെഡ് സീയിലോട്ട് കപ്പലുകൾ പോകുന്നതും വരുന്നതിനും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് യമനിൽ ഹൂതികളുടെ ആക്രമണമുണ്ടായി. പിന്നെ ഒരു കാരണം കപ്പലുകൾ സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകേണ്ടി വരുന്ന അഡീഷണൽ 10 ദിവസമൊക്കെയാണ് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. 10-15 ദിവസം കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നു. മൂന്നാമത്, ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പോകുന്നുണ്ട് കോർഫക്കാൻ. ദുബായിൽ പോകുന്നില്ല, ജബലാലി പോകുന്നില്ല, നേരെ പോകുന്നത് കോർഫക്കാനിലോട്ടാണ്. കോർഫക്കാനിലോട്ട് പോയാൽ പിന്നെ അവിടെ നിന്ന് ട്രക്കിലാണ് ജബലാലിയിൽ എത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ജബലാലി അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ ട്രക്കിലാണ് എത്തിക്കേണ്ടത്. അതുപോലെ റെഡ് സീയിലെ സൗദിയിലെ പോർട്ടുകളിൽ ജദ്ദയിലും കിങ് അബ്ദുള്ളയിലൊക്കെ വന്നിട്ട് അവിടെ നിന്നും ലാൻഡ് ബ്രിഡ്ജ് വഴി ബാക്കിയുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം കൂടി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയധികം കോസ്റ്റ് കൂടുന്നത്. എത്ര അധികമാണ് അതും അവർ പറയുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് എക്സ്പോർട്ടേഴ്സ് ആർ നൗ പേയിങ് ഓവർ
$9,000 പെർ കണ്ടെയ്നർ, $9,000 കമ്പയർഡ് വിത്ത് അറൌണ്ട് 3,000 a couple of months ago. 2 മാസങ്ങൾക്ക് മുമ്പ് $3,000 ആയിരുന്നത് ഇപ്പോൾ $9,000 ആയിരിക്കുകയാണ്. ഭീകരമായ വർധനമാണ്. ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. ആഡിങ് ടു ദ പ്രഷർ, 2 out of 5 വീക്ക്ലി ഷിപ്പിംഗ് സർവീസസ് ടു ദി US. 5 out of the 5 വീക്ക്ലി സർവീസ് ഉണ്ടായിരുന്നിടത്ത് 2 എണ്ണം. Adding to the pressure, 2 out of 5 weekly shipping services to the US, including services to the East Coast. East Coast എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ന്യൂയോർക്ക്, ബാൾട്ടിമോർ, ചാൾസ്റ്റൺ, നമ്മുടെ ഇവിടെ വരുന്ന നോർഫോക്ക് ഒക്കെ മയാമി ഒക്കെ അടങ്ങുന്ന പോർട്ടുകൾ. Services to the US, including services to the US coast, have been suspended. 5 ഉണ്ടായിരുന്നതിൽ 2 സസ്പെൻഡ് ചെയ്തു. This is further hampering India's export capacity. ഇത് നമ്മുടെ കയറ്റുമതിയുടെ കപ്പാസിറ്റിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കൃത്യമായും നമ്മുടെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിനോടും അമേരിക്കയിലെ ഇമ്പോർട്ടേഴ്സിനോടും ചില കാര്യങ്ങൾ പറയേണ്ടത്. TRV 18-ാം തീയതി മുതൽ ഓപ്പൺ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു ഹിമാലയൻ സർവീസ് തുടങ്ങുന്നുണ്ട്. TRV ട്രിവാൻഡ്രം ടു ബാൾട്ടിമോർ, ലാസ് പമാസ്, അത് കഴിഞ്ഞ് സീനസ്, അത് കഴിഞ്ഞിട്ട് വലൻസിയ ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഡിസ്ചാർജിങ് ട്രാൻസ്ഷിപ്മെന്റ് ലാസ് പമാസിൽ നടത്തിയാൽ അവിടെ നിന്ന് ബാൾട്ടിമോറിൽ പോവാം. അങ്ങനെ കണക്ഷൻ സർവീസ് MSC ഓഫർ ചെയ്യുന്നുണ്ട്. TRV ബാൾട്ടിമോർ. ആദ്യത്തെ കപ്പൽ 28 ബെറൽ, നേരത്തെ തീരുമാനിച്ചിരുന്ന നമ്മുടെ ചരക്കെടുക്കേണ്ടിയിരുന്ന കപ്പലാണ് ബെറൽ. 28 ബെറൽ 37 ദിവസത്തിനുള്ളിൽ ബാൾട്ടിമോറിലെത്തും, അമേരിക്കയിലെത്തും. മുഖ്യമന്ത്രി പറയണേ, കൃത്യം കണക്ക് വെച്ച് പറയണം. 28/8 ബെറൽ, 31/8 മേരി ലെസ്ലി, നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന മേരി ലെസ്ലിയുടെ കണക്ഷൻ അമേരിക്കയിലുണ്ട്, ബാൾട്ടിമോറിലുണ്ട്. 31/8 തന്നെ സീനയുണ്ട്, ഇവിടെ നിന്ന് തന്നെ MSC സീനയുണ്ട്. സീന എടുക്കുന്നത് 44 ദിവസമാണ്. അത് കഴിഞ്ഞ് 6-9 സെപ്റ്റംബർ 6-ാം തീയതി ഡാനിറ്റ്, MSC ഡാനിറ്റ് 45 ദിവസം. 13/9 MSC സാവന്ന 45 ദിവസം. 24/9 സെപ്റ്റംബർ 24/9 ലൂസിയാന 50 ദിവസം. 27/9 അലക്സാണ്ട്ര 47 ദിവസം. അങ്ങനെ 38 മുതൽ ശരാശരി 47 വരെ ഏകദേശം 40 ദിവസത്തിനുള്ളിൽ, 40-42 ദിവസത്തിനുള്ളിൽ അമേരിക്കയിൽ എത്താൻ പറ്റുന്ന പുതിയ സർവീസ് TRVയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ ഇന്ത്യയിലെ കയറ്റുമതിക്കാർ തയ്യാറാകണം. ഓൾമോസ്റ്റ് വീക്ക്ലി സർവീസാണ്. ഇന്ത്യയിലെ കയറ്റുമതിക്കാർ തയ്യാറാകണം. വലിയ ഡീവിയേഷൻ ഇല്ല. ഒരൊറ്റ ട്രാൻസ്ഷിപ്മെന്റിലൂടെ അമേരിക്കൻ പോർട്ടിലെത്തും, ബാൾട്ടിമോറിലെത്തും. ബാൾട്ടിമോറിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും അമേരിക്ക കണക്ട് ചെയ്യുന്ന ഒരു സർവീസ്, ഒരു വീക്ക്ലി സർവീസ് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള വിവരം മുഖ്യമന്ത്രി ഇന്ത്യയിലെ കയറ്റുമതിക്കാരോടും അമേരിക്കയിലെ ഇറക്കുമതിക്കാരോടും, എന്താണ് അമേരിക്കയിലെ ഇറക്കുമതി, നമുക്ക് പല അമേരിക്കക്കാരും കേൾക്കുന്നുണ്ട്. അവർ പറയും, അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പറയും, നിങ്ങൾ TRV വഴി അയച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ പോർട്ടിനെ മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ ഇന്ത്യയിലെ വ്യവസായികൾക്ക് ഈ സീസണിൽ, ഈ ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ആശ്വാസം നൽകാൻ കഴിയുന്ന നടപടി TRVക്ക് നൽകാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് ലോകത്തോട് പറയേണ്ടത്. ഈ ആഫ്രിക്കയെ ചുറ്റിയുള്ള യാത്ര നീണ്ടു നിൽക്കുന്നത് നമുക്കും ഗുണകരമല്ല. കാരണം കപ്പലെല്ലാം നമ്മുടെ അകലെ കൂടി അങ്ങ് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ കൂടെ പോകാൻ മേഴ്സ്ക് ഒരു പരീക്ഷണം നടത്തുകയാണ്. ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ ആ പരീക്ഷണ കപ്പൽ കടന്നുപോയി. ബേർലിൻ മേഴ്സ്ക് അവർ സുയസിൽ കൂടെ ഈ മുടങ്ങിക്കിടക്കുന്നതിനിടയിൽ സുയസ് യാത്ര നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം നടത്താൻ തഞ്ചോങ് പലപ്പാസിൽ നിന്ന് ടാഞ്ചർ മെഡിറ്ററേനിയൻ, മൊറോക്കോയിലെ പോർട്ടാണ്, അങ്ങോട്ടേക്കൊരു സൂയസ് വഴി കപ്പൽ കണ്ടല്ലോ, നമ്മുടെ അടുത്തുകൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് നേരെ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്ന റൂട്ട് മാറി മേഴ്സ്ക് സധൈര്യം ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്നു. നമുക്ക് മേഴ്സ്ക് കപ്പൽ കമ്പനിക്ക് എല്ലാ പിന്തുണയും നമ്മുടെ പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്യാം. കാരണം ഈ പരീക്ഷണം വിജയിച്ചാൽ അവർ തുടർന്നും സുയസ് റൂട്ട് തിരഞ്ഞെടുക്കും. അവർ തിരഞ്ഞെടുത്താൽ CMA CGM-ഉം എവർഗ്രീനും എല്ലാവരും പിന്നാലെ വരും. തീർച്ചയായും MSCയും വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന കപ്പൽ മെയിൻ്റനൻസ് കേന്ദ്രത്തിൻ്റെ പ്രസക്തി, ബങ്കറിംഗ് കേന്ദ്രത്തിൻ്റെ, ഷാൻഡ്ലിങ്ങിനുള്ള ക്രൂ ചേഞ്ച് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും
നമ്മുടെ സാധ്യതകൾ വളരെ കൂടുകയാണ്. അതുകൊണ്ട് മോസ്കിൻ്റെ ഈ പരീക്ഷണത്തെ നമുക്ക് വളരെ കൗതുകത്തോടെ താല്പര്യത്തോടെ ട്രാക്ക് ചെയ്യാം.